SNDP യോഗം ചേർത്തല യൂണിയൻ മഹാസംഗമം യൂണിയൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കരുത്തുള്ള സംഘടനയാക്കി സമുദായത്തിനായി വാദിക്കാനും പോരാടാനും പ്രാപ്തമാക്കിയ 3 പതിറ്റാണ്ട് യോഗ ചരിത്രത്തിലെ തിളങ്ങുന്ന കാലമാണെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ചേർത്തല യൂണിയൻ മഹാസംഗമവും യോഗ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണത്തിനുമായുള്ള സഹസംഘം ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30 വർഷക്കാലം നമുക്കറിയാം. ഇന്നത്തെ യോഗ നേതൃത്വം അധികാരം വരുമ്പോൾ നമ്മുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിൽ നേതാവുണ്ടോ നമ്മുടെ സമുദായത്തിന് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിക്കുന്ന ഒരവസ്ഥയിലായി. പടവലങ്ങ പോലെ ഏതാണ്ട് SNDP യോഗത്തിന്റെ ആദ്യകാലഘട്ടം മുതലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ഇന്നത്തെ യോഗ നേതൃത്വം വരുന്നതിന് മുമ്പുള്ള ഏതാണ്ട് 10-32 വർഷക്കാലം പടവലങ്ങ പോലെ SNDP യോഗം താഴേക്ക് വളർന്ന ഒരു കാലഘട്ടമായി. അതായത് മഹാരഥന്മാരായിട്ടുള്ള SNDP യോഗത്തിന്റെ നേതാക്കന്മാർ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും സമരങ്ങളിലൂടെ നേടിയെടുത്ത് കൊണ്ടുവന്ന ഒരു മഹാനായ ശങ്കരൻ സാറിന് ശേഷം പിന്നെ ഏതാണ്ട് 32 വർഷക്കാലത്തോളം നമ്മുടെ പ്രസ്ഥാനത്തെ പല നേതാക്കന്മാർ ഭരിക്കുകയുണ്ടായി. ഈ 32 വർഷക്കാലം കൊണ്ട് SNDP യോഗത്തിലും SN നേടിയെടുക്കാൻ കഴിഞ്ഞത് വെറും 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും, ഇന്ന് കാണുന്ന എല്ലാ അസറ്റുകളെല്ലാം ഈ ഇന്ന് യോഗതത്വം വരുന്നതിന് മുമ്പുള്ള കാലത്തുണ്ടായിരുന്ന ഏതാണ്ട് മുമ്പ് 32 വർഷക്കാലം മുമ്പ് ശങ്കർ സാറിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് അനുഭവിച്ചു കിട്ടുകയുണ്ടായത്. അതിനുശേഷം 32 വർഷക്കാലം SNDP യോഗത്തെ മലയാളികൾ ഭരിക്കുകയുണ്ടായി. അതിനുശേഷം SNDP യോഗത്തിന് 96 വർഷം കഴിഞ്ഞ സമയത്താണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വരുന്നത്. ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, കടപ്പുറത്ത് മണ്ണ് പോലെയാണ് ഈ സമുദായം. ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന് ഗുരുദേവൻ പറയുന്ന ചരിത്രപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറഞ്ഞാൽ സംഘടനാ, വിദ്യാഭ്യാസം, വ്യവസായം ഈ 3 മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന തീരുമാനമെടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തത് സംഘടന എന്ന ഗുരുദേവന്റെ വലിയ ഉപദേശത്തിനായി.